ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മുട്ട കൊണ്ടുള്ളൊരു പലഹാരമാണിത്. നിങ്ങളിതൊന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ. അതിനായി ഞാനൊരു ബൗൾ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമുക്ക് 5 മുട്ടയാണ് വേണ്ടത്. ഇതിൽ നിന്നും ഓരോന്നെടുത്ത് നമുക്കിതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. തീർച്ചയായും ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഇത് ദോശയുടെ രൂപത്തിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വളരെ രുചികരമായ ഒന്നാണിത്. നിങ്ങൾ തീർച്ചയായും ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ഉണ്ണികളും നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ 5 ഉണ്ണിയും നമുക്കിതുപോലെ എടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മുട്ടയുടെ വെള്ള നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. മുട്ടയുടെ വെള്ളയെല്ലാം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ഏലക്കായ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച്, നിങ്ങളുടെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാര ചേർത്തതിന് ശേഷം നമുക്ക് മിക്സി ഒന്ന് അടിച്ചെടുക്കാം. മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്ത് നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് വാനില എസൻസ് ആണ്. ഈ മുട്ടയുടെ മണമൊന്ന് മാറിക്കിട്ടാനാണ് നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 3 തുള്ളി വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് മിക്സി ഒന്നുകൂടി അടിച്ചെടുക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു ഇഡ്ഡലി പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു പ്ലേറ്റ് നമുക്കിതിലേക്ക് ഇറക്കി കൊടുക്കാം. പ്ലേറ്റ് ഇറക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് തടവി കൊടുക്കാം. ഇനി നമ്മുടെ മിക്സിയിൽ നിന്നും അടിച്ചെടുത്ത മുട്ടക്കൂട്ട് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെയാണ് ഇരിക്കുക മുട്ട അടിച്ചെടുത്തത്. അന്ന് നന്നായി സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ചൂടാറിയതിന് ശേഷം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. വളരെ രുചികരമായ ഒരു മുട്ട കൊണ്ടുള്ളൊരു ദോശ പോലെയുള്ള ഒരു പലഹാരമാണിത്. നിങ്ങൾ ഇത് തീർച്ചയായും കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കൂ. കുട്ടികൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നൊരു കാര്യം, എൻ്റെ മകൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവളാണിത് ആദ്യം കഴിച്ചത്. ഇനിയും ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കൂ. ഒരു 4 മണി പലഹാരമായിട്ട് അവർക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്കുണ്ടാവണേ. ഓക്കേ, ബൈ ബൈ. പുതിയൊരു വീഡിയോയുമായി കാണാം.